നമസ്കാരം. ശാലു പേയാടിനെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒരു വീഡിയോ ചെയ്യുമ്പോഴാണല്ലോ ഇവരുടെ ലീലാവിലാസങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നാട്ടുകാർ കൂടി ഭ്രാന്തിയായി ചാപ്പ കുത്തപ്പെട്ട ഒരു അമ്മ എങ്ങനെ വലിയ മോഹന വാഗ്ദാനം കൊടുത്തതിന് ശേഷം അതിൽ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അതിനോട് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ പ്രതികരണം എന്താണോ അത് നടത്തിയതിൻ്റെ പേരിൽ അവരെ ഭ്രാന്തിയായിട്ട് ചാപ്പകുത്തി. ആ ചാപ്പകുത്തിയൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുമ്പോൾ ആ വിവാദത്തിൻ്റെ ചില കാര്യങ്ങൾ കൂടി നാട്ടുകാർ അറിയണം. അതിനോടൊപ്പം തന്നെ കാട്ടാക്കടയിലെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള MR ബൈജുവിന് ഈ കച്ചവടത്തിൽ ഈ ഡീലിൽ എത്ര കിട്ടി എന്നുള്ള സംശയം കൂടി ആ നാട്ടിൽ വലിയ ചോദ്യമായി പ്രചരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആ വിഷയങ്ങൾ കണ്ടതാണ്, വിശദീകരണ വീഡിയോ കണ്ടതാണ്. എന്താണ് ഈ വിഷയത്തിൻ്റെ ഒറിജിനേഷൻ എന്ന് നിങ്ങൾ അറിയണം. അതിൽ വിശദീകരണ വീഡിയോയിൽ ഷാലു പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റി, ഞാനൊരു പാവപ്പെട്ടവരെ സഹായിക്കാൻ ശ്രമിച്ചു എന്ന്. അങ്ങനെ പാവപ്പെട്ടവരെ വെറുതെ സഹായിക്കാൻ ശ്രമിച്ചതല്ല സാർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൂരവ്യാപക കച്ചവട താല്പര്യം എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കണം. കാര്യം ഒരു MLA കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ട് ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അന്ന് ശാലു പേയാട് ഇറക്കിയ ഒരു വീഡിയോ ഉണ്ട്. നാട്ടുകാർ ഇപ്പോൾ അത് കാണണം. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള, നിരാലംബരായിട്ടുള്ള, അനാഥരായിട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ ശാലു പേയാടെന്ന നന്മ മരം ക്യാമറയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിങ്ങളോട് അവരെ സഹായിക്കാനും വീട് വയ്ക്കാനും വേണ്ടി ആ പാവപ്പെട്ട സ്ത്രീ, ഇപ്പോഴത്തെ ഭ്രാന്തിയാക്കി മുദ്രകുത്തപ്പെട്ട സ്ത്രീയെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചെയ്ത വീഡിയോ ആദ്യം ഒന്ന് കണ്ടേ. പ്രിയപ്പെട്ടവരെ, ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുതേ. ഈ 3 പിള്ളേർക്കും ആരുമില്ല, അച്ഛനുമില്ല, അമ്മയില്ലാത്ത 3 കൊച്ചു മക്കളാണ്. അപ്പൊ ഇനി രാത്രി എന്തിനു കഴിക്കും? അപ്പൊ നിങ്ങൾ അങ്ങനെ പട്ടിണി കിടക്കൊന്നും കഴിക്കാതെ? അപ്പൊ എവിടെ നിങ്ങൾ താമസിക്കണേക്ക്? പിന്നെ എവിടെ കിടക്കുന്നു പറഞ്ഞു നിങ്ങള്? റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങും. പ്രിയപ്പെട്ടവരെ, ഞാൻ യാദൃശികമായിട്ട് നമ്മളെ MLA വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ദയനീയമായ കാഴ്ചയാണ്. എന്റെ ബാക്കിൽ കാണുന്ന ആ 3 പിള്ളേർക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല. അവര് റോഡ് സൈഡിലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവർ കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ MLA അവരെ വിളിച്ച് MLAയുടെ റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഭയങ്കര അവസ്ഥയാണ്. അവര് ആഹാരം കഴിച്ചിട്ട് തന്നെ 2-3 ദിവസമായി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ 2 ദിവസം മുമ്പ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ കിടന്നുറങ്ങിയപ്പോൾ പോലീസ് അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ട്. അവർക്ക് വേറെ താമസിക്കാനോ വേറെ ഒരു ഓപ്ഷനും ഇല്ല. എവിടെ പോകണമെന്ന്, എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കൊച്ചു പിള്ളേരാണ്. അതായത് 2 വയസ്സ്, 3.5 വയസ്സ്, 6 വയസ്സ്. അമ്മ മരിച്ചുപോയി, അച്ഛൻ കളഞ്ഞിട്ട് പോയി. ആകപ്പാടുള്ള ഒരു അമ്മമ്മയാണ്. അമ്മമ്മയ്ക്കാണെങ്കിൽ ഈ പിള്ളേരെ മേയ്ക്കാനുള്ള പ്രാണിയുമില്ല. ശാന്ത എന്ന അമ്മയുടെ മകളുടെ 3 മക്കളാണ് ഈ നിൽക്കുന്നത്. അച്ഛൻ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അമ്മ മരണപ്പെട്ടതാ. ഈ കുഞ്ഞുങ്ങളെ പരിചരിക്കാനോ, നോക്കാനോ, ശുശ്രൂഷിക്കാനോ, ഇവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനോ നമ്മുടെ ചുറ്റുവട്ടത്ത് ബന്ധുക്കളാരും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. നമുക്കിവരെ സംരക്ഷിക്കണം. താൽക്കാലികമായി ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ചെറിയ ഒരു ഇടം ഒരുക്കുകയാണ്. പക്ഷേ സ്ഥിരമായിട്ടുള്ള ഒരു താമസ സൗകര്യം ഇവർക്ക് അനിവാര്യമായി വരികയാണ്. പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങൾ, 2 പെൺകുട്ടികൾ, 1 ആൺകുട്ടി. നമുക്കിവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കിടപ്പാടം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നമ്മൾ തുടങ്ങുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് താൽക്കാലികമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ അനിത ചേച്ചിയുടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. നമുക്ക് ഇവർക്ക് സ്ഥിരമായി ഒരു പാർപ്പിടം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവർക്കൊരു വീട് ചെയ്തു കൊടുക്കണം. കാരണം ഈ 3 പിള്ളേരെയും കൊണ്ട് ഇനി ഈ പറഞ്ഞ പോലെ റോഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും പോയി കിടക്കാൻ പറ്റൂല. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്കൊരു വീട് ഇവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പൊ അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ഞാൻ ആ അമ്മയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കാം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ നമുക്ക് കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് ഇവർക്കൊരു വീട് ചെയ്തു കൊടുക്കാൻ പറ്റും. കണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ നന്മമരം കണ്ടെത്തിയ അമ്മയും അച്ഛനും ഇല്ലാത്ത 3 കുട്ടികളെയും ഈ അമ്മുമ്മയും പാർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാര്യമായി സംഭാവന ചെയ്യൂ എന്ന് കാട്ടാക്കട MLA ആയിട്ടുള്ള MR ബൈജുവിന് ഒരു PR പണിയുടെ ഭാഗമായി ചെയ്തു കൊടുത്ത വീഡിയോയിലൂടെ ഒരു QR കോഡൊക്കെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ആ QR കോഡ് എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരുടെ ബാങ്ക് അക്കൗണ്ട് അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടെ ഈ പാവപ്പെട്ടവരുടെ ദൈന്യത കാട്ടിക്കൊണ്ട് ശാലു പേയാട് എത്ര ലക്ഷം രൂപ പിരിച്ചെടുത്തു. കാര്യം ഈ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾ, റെയിൽവേ സ്റ്റേഷനിൽ 3 ദിവസം പട്ടിണി കിടന്ന കുഞ്ഞുങ്ങൾ എന്ന ബിൽഡപ്പിലൊക്കെ സ്വാഭാവികമായും വാർത്ത കൊടുക്കും.
കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ കൊടുക്കുമ്പോൾ അതിൽ വൈകാരിക തലമുണർന്ന് പലരും സഹായിച്ചിട്ടുണ്ടാകാം. ആ സഹായിച്ച പണം ഒക്കെ എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് അവർ പ്രതികരിച്ചിട്ടുണ്ടാവുക? അവരുടെ വീട്ടിൽ ചെന്ന് ഒരു നന്മമരം ചമഞ്ഞ് നിങ്ങളെ ഞാൻ സഹായിക്കാം, വീട് വയ്ക്കാമെന്ന പേരിൽ വലിയ വാഗ്ദാനം കൊടുത്താണ് അവർക്ക് പ്രതീക്ഷ കൊടുത്ത് അവരെ താമസിപ്പിക്കുന്നു എന്ന രീതിയിൽ വീഡിയോ പുറത്തിറക്കി വലിയ നന്മമരമായ വ്യക്തി, ആ നന്മമരമായ വ്യക്തിയുടെ വാക്ക് വിശ്വസിച്ച ആ സ്ത്രീക്ക് പിന്നീട് ഇപ്പോ വീട് കിട്ടിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വീട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ പേരിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എത്ര ലക്ഷം രൂപ പിരിച്ചു? അതിന്റെ കണക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിടാൻ ശാലു പേയാട് തയ്യാറാണോ? കാര്യം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ 2 അക്കൗണ്ടുകൾ ഗൂഗിൾ പേയിൽ അവർക്ക് കിട്ടിയെന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ പണത്തിൽ നിന്ന് 50,000 രൂപ ശാലു പേയാട് വാങ്ങിക്കൊണ്ട് പോയി എന്ന് ആ സ്ത്രീ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം QR കോഡ് വെച്ച് പിരിച്ചെടുത്ത പണത്തിൽ MR ബൈജു എന്ന MLA ഉൾപ്പെടെ എത്ര ലക്ഷം രൂപ ഈ കച്ചവടത്തിൽ ഒപ്പിച്ചെടുത്തു എന്നതിനെ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ആരോപണങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ നന്മമരമായിട്ടുള്ള ശാലു പേയാട് ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ആ അമ്മയെയും മുൻനിർത്തിക്കൊണ്ട് എത്ര ലക്ഷം രൂപ പിരിച്ചെടുത്തു, ആ കച്ചവടത്തിലൂടെ എന്തൊക്കെ ഉണ്ടാക്കി എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. മറുപടി കൊടുത്തേ മതിയാകുള്ളൂ. അല്ലാതെ അവർ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, അവർ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു അമ്മ പ്രതികരിച്ചു എന്നേ, അതിൽ തെറിവാക്ക് വന്നു എന്നേ, അതുകൊണ്ട് അവർ മോശക്കാരിയായി മാറും. അതുകൊണ്ട് അവർക്ക് ചോദ്യം ചോദിക്കാനോ പറ്റിക്കപ്പെട്ടതോ തട്ടിക്കപ്പെട്ടതോ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുവന്ന് അവരെ അധിക്ഷേപിച്ച് അവരെ കളിയാക്കാൻ പരിശ്രമിച്ച് വീഡിയോ ഇറക്കി പുറത്തേക്ക് വിടുമ്പോൾ ശാലു പേയാട് ഉദ്ദേശിച്ച ആ ഒരു നാടകം ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചോദ്യങ്ങളും ഈ അക്കൗണ്ടിലൂടെയും ആ QR കോഡിലെയും എത്ര രൂപ പിരിച്ചെടുത്തു എന്ന് സമൂഹത്തിന്റെ മുന്നിൽ കണക്ക് സഹിതം വയ്ക്കേണ്ടതുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാട്ടാക്കട MLA ആയിട്ടുള്ള MR ബൈജുവിനുണ്ട്. MR ബൈജു PR പണിയുടെ ഭാഗമായി ഇവർക്ക് വേണ്ടി ഫണ്ട് സംഭാവന ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ ആ ഫണ്ട് എത്ര രൂപ ഉണ്ടായിരുന്നു എന്നതിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ MLA കൂടി ബാധ്യസ്ഥനാണ്. ഒപ്പം തന്നെ ആ പിരിഞ്ഞു വന്ന ഫണ്ട് എത്രയാണോ അത്രയും ആ പാവപ്പെട്ട സ്ത്രീക്കും ആ കുടുംബത്തിനും കൈമാറാനും ഉത്തരവാദിത്വമുണ്ട്. അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നാക്കുകൊണ്ടോ മൊബൈൽ വീഡിയോ കൊണ്ടുള്ള ഡയലോഗല്ല, ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള തെളിവുകൾ പുറത്തുവിട്ട് ശാലു പേയാട് ഞാനൊരു നന്മ മരമാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയിച്ചേ മതിയാകൂ.